ഹായ്, സ്കിസോഫ്രീനിയ സീരീസിലെ എൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. എങ്ങനെ നമ്മൾ സ്കിസോഫ്രീനിയയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതേ വിഷയത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഇട്ട വീഡിയോയുടെ മലയാള പരിഭാഷയാണ് ഇത്. മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കുറേ ദിവസത്തിന് മുൻപ് ചിന്തിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ആരും അറിയാതെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചുറ്റുപാടും ഉള്ളവർ, അവർ വീട്ടുകാരാകാം, നാട്ടുകാരാകാം, മാർക്കറ്റിലെ ആളുകൾ ആകാം, ബസ്, ട്രെയിൻ, വിമാനം എന്നിവയിലെ സഹയാത്രികരാകാം, ഭർത്താവോ ഭാര്യയോ അമ്മയോ അച്ഛനോ ആരുമാകാം. അങ്ങനെ ഈ ചുറ്റുപാടിൽ ഉള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്ന അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. അപ്പോൾ ഒരു ചോദ്യം, അവർ പറയുന്നത് കൊണ്ടല്ലേ കേൾക്കുന്നതെന്ന്? എല്ലാവരും അങ്ങനെയല്ലേ കേൾക്കുന്നതെന്ന്? ഇല്ല, അവർ ഒന്നും പറയുന്നില്ല. അപ്പോൾ പറയാതെയാണോ കേൾക്കുന്നത്? അതെ, അതാണ് സ്കിസോഫ്രീനിയ എന്ന മാനസിക അവസ്ഥ. പറയുന്നതും കേൾക്കും, പറയാത്തതും കേൾക്കും. റിയൽ ആയി ഉണ്ടാകുന്ന ശബ്ദം, അതായത് റിയൽ ടോക്കിംഗ്, അതർ വേരിയസ് സൗണ്ട്സ് മുതലായവ കേൾക്കുന്നത് പോലെ ഇല്ലാത്ത ശബ്ദം, സംസാരം, വാക്കുകൾ മുതലായവ കേൾക്കുന്ന അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സൗണ്ട് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകാത്ത സൗണ്ടും ആൾക്കാർ സംസാരിക്കുന്നതായി കേൾക്കുന്ന അവസ്ഥയാണ് ഇത്. ഓഡിറ്ററി ഹലൂസിനേഷൻ, ഡെലൂഷൻ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതുകൂടാതെ ഐഡിയാസ് ഓഫ് പേഴ്സിക്യൂഷൻ തുടങ്ങിയ ലക്ഷണവും ഉണ്ട്. വാട്ട് ഈസ് പേഴ്സിക്യൂഷൻ? എന്താണ് പേഴ്സിക്യൂഷൻ? ഭീഷണിപ്പെടുത്തിയതായും ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്യുന്നതായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതായും കേൾക്കുക, അറിയുക, മനസ്സിലാക്കുക. ഓഡിറ്ററി ഹലുസിനേഷൻസ്. സ്കിസോഫ്രീനിയ പിടിപെടുന്നതിന് മുൻപ് കേട്ടതുപോലെ തന്നെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ പറയാതെ പറയുന്നതായി കേൾക്കും എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇത് സ്കിസോഫ്രീനിയ ഉള്ള ആളിന് മനസ്സിലാവുകയില്ല. ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പതറ്റിക് മാറ്റർ. ഈ അസുഖത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഫിനോമിനോൺ എന്താണെന്ന് നോക്കാം. അതായത് എക്കോഡിലാപ്പൻസി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ച മാറ്റേഴ്സ് ഉടൻ ഈ സ്കിസോഫ്രീനിക്സ് കേൾക്കുന്ന അവസ്ഥ. അടുത്തത് ജഡൻകൻ ലൗട്ട് വെഡൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ച മാറ്റേഴ്സ് ദിവസങ്ങൾ കഴിഞ്ഞ് സ്കിസോഫ്രീനിക്സ് കേൾക്കുക. ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യമായി ചിലർ കേൾക്കും. ഉദാഹരണമായി വീണു എന്ന് പറയുമ്പോൾ തള്ളി എന്ന് കേൾക്കുക. ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. സ്കിസോഫ്രീനിക്സിന് ചുറ്റുപാടുമുള്ളവരോട് ദേഷ്യം, പക, സംശയം മുതലായവ ഉണ്ടാകും. കാരണം അനിഷ്ടകരവും വിമർശനാത്മകവുമായ കാര്യങ്ങൾ ചുറ്റുപാടും ഉള്ളവർ സംസാരിക്കുന്നത് സ്കിസോഫ്രീനിക്സ് കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ ഡേഞ്ചറസ് അൺബിലീവബിൾ അവസ്ഥ വരും. ഈ അവസ്ഥയുള്ളവരോട് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്താൽ ആർക്കാണോ സ്കിസോഫ്രീനിയ ഉള്ളത് അത് പതുക്കെ കുറഞ്ഞ് ഇൻസൈറ്റ് കിട്ടി ഇവർ രക്ഷപ്പെടും. കാരണം ഈ അസുഖമുള്ളവർക്ക് സ്വയം അറിയില്ല അവർക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെന്ന്. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. അപകടത്തിലേക്ക് ഇവർ പോകും. ഇവരുമായിട്ട് ഇടപഴകുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോവർക്കേഴ്സ് എന്നിവർക്ക് മാത്രമേ ഇവരെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അടുത്ത് ഇടപഴകുന്നവർ അറിവ് കുറഞ്ഞവരോ അയാൾ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾ ആണ് എന്ന് മറ്റോ വിചാരിച്ച് നടന്നാൽ സ്കിസോഫ്രീനിയ പേഴ്സണ് തിരിച്ചറിവ് കിട്ടാതെ പോവുകയേ ഉള്ളൂ. എക്സസീവ് ഡിപ്രഷൻ, എക്സസീവ് ടെൻഷൻ, മെൻ്റൽ ടോർച്ചർ, ജോലിസ്ഥലത്തെ പ്രോബ്ലംസ്, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, അതർ പ്രോബ്ലംസ് എന്നിവ ഹലൂസിനേഷനും പേഴ്സിക്യൂഷനും വർദ്ധിപ്പിക്കും. സ്കിസോഫ്രീനിയ പിടിപെടാനുള്ള പ്രധാന കാരണം ഹെറിഡിറ്ററി കോസ് തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് കണ്ടീഷൻ, നോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി ബട്ട് ഓൺലി ടു സേ ടു ദ പേഷ്യൻറ്റ്, ദാറ്റ് ഈസ് ടു ദ സ്കിസോഫ്രീനിക്സ്, ദാറ്റ് യു ഹാവ് സ്കിസോഫ്രീനിയ ആൻഡ് ദ ഫിനോമിനോൺ വേർ ലൈക്ക് ദിസ് ആൻഡ് ദാറ്റ് ഇൻ എ ഫ്രണ്ട്ലി മാനർ. കൂടുതൽ അറിയാൻ ഇതേപ്പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുക.